ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിൻ്റെ ക്ലൈമാക്സിലോട്ട് നീങ്ങാണ്. നമ്മുടെ എഡിറ്റർ ബിബിൻ ടൈറ്റിൽസ് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഒരു ഷോർട്ട് ഫിലിമിന് എന്തിനാണ് ഇത്രമാത്രം പരസ്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഇതൊരു ഹ്രസ്വ ചിത്രമാണ്, ഇതൊരു ഫീച്ചർ സിനിമയല്ല. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇതും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ സൗഹൃദങ്ങൾക്കും പ്രത്യേകിച്ച് ഗൾഫിലുള്ള ഇത് കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊച്ചു കൊച്ചു വീഡിയോകൾ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് സൗണ്ട് മിക്സിങ്ങും ടൈറ്റിൽസും ഇന്ന് രാത്രി കൊണ്ട് ഇത് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ തിരക്കിട്ട ഒരുപാട് പ്രോജക്റ്റുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള നമ്മുടെ എഡിറ്റർ ബിബിൻ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് വളരെ ക്ഷമയോടുകൂടി സഹകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. എന്താണ് ബിബിനെ ഇതേപ്പറ്റിയിട്ട് പറയാനുള്ളത്? ബിബിന് ഇങ്ങോട്ട് നോക്കൂ, എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? ഒരു ബിബിനാണ് ഇതിലൊന്നും പറയാത്തത്. അപ്പോൾ ഈ എഡിറ്റിങ്ങിനെ കുറിച്ചും എൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും എന്താണ് ബിബിന് പറയാനുള്ളത്? കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. ഇതിനകത്ത് നല്ലൊരു മെസ്സേജ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്യുക എന്നാണല്ലോ. കാരണം മറ്റുള്ളവർ നമ്മളെ അറിയപ്പെടുന്നതും ഇപ്പോൾ എഡിറ്റർ എന്നുള്ള ഒരാളെ ഈ അടുത്ത കാലത്താണ് മറ്റുള്ളവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളത്, ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. സിനിമയിൽ എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ ആ ഒരു ഇതെന്താണ്, ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങി അടുത്ത കാലത്താണ്. അപ്പോൾ ഇപ്പം എഡിറ്ററിൻ്റെ പേരുകൾ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങി. ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ സാറിൻ്റെ ഒരു പ്രോജക്റ്റ് വന്നു, നല്ലൊരു പ്രോജക്റ്റ്. സാർ ആ കഥ എന്നോട് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. നല്ലൊരു സ്റ്റോറിയാണ്, നല്ലൊരു മെസ്സേജാണ്. കറുപ്പും വെളുപ്പും തമ്മിലുള്ള ഒരു അന്തരം, അതിൻ്റെ ഒരു ഇതിനെക്കുറിച്ചാണ് സാർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സാറിനെ സംബന്ധിച്ചോളം സാറിൻ്റെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ആ ഐഡിയാസ് അത് കൺവേ ചെയ്യാനായിട്ടുള്ള ഒരു മാധ്യമം മാത്രമാണ് ഞാൻ, എഡിറ്റർ എന്നുള്ളൊരു മാധ്യമം മാത്രമാണ്. അപ്പം സാർ എന്താണോ ഉദ്ദേശിക്കുന്നത്, സാറിൻ്റെ മനസ്സിൽ കാണുന്നത് സാറ് പറയുന്നതിന് മുന്നേ തന്നെ എഡിറ്റിംഗ് ടേബിളിൽ കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. എങ്കിൽ മാത്രമേ ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടാകത്തുള്ളൂ, സാറിന് ഞാൻ ചെയ്യുന്ന വർക്കുകൾ ഇഷ്ടപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ സാറ് പറയുന്ന കാര്യങ്ങൾക്ക് എതിര് സംസാരിച്ചാൽ അവിടെ ആ പ്രോജക്റ്റ് വൃത്തിയായിട്ട് പോവില്ല. അപ്പോൾ സാർ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തു കൊടുക്കുക, ആ റിസൾട്ട് കിട്ടണം. അതാണ് അത് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത്, എൻ്റെ കഴിവിൻ്റെ പരമാവധി മാക്സിമം സാറിന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. കാരണം അദ്ദേഹം അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്താണ് ആ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചത്. അത് നിങ്ങൾക്ക് അതിൻ്റെ ആ ടൈറ്റിൽ സോങ് കാണുമ്പോൾ തന്നെ അറിയാം. ഒരുപാട് വിയർത്ത് അതിനകത്ത് അഭിനയിക്കാമെന്ന ആൾക്കാർ ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അഭിനയം എന്താണെന്ന് പോലും അറിയാത്തവരെ അഭിനയം പഠിപ്പിച്ച് ആ ഷോർട്ട് ഫിലിം എടുക്കാൻ സാറ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രഗിൾ ആരും കാണാതെ പോകരുത്. അത് അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ സാർ പറയും. എന്തായാലും ബിബിൻ്റെ അഭിപ്രായം ഇതിൽ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൽ അഭിനയിച്ച പലരും അവരുടെ അനുഭവങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സന്തോഷം ബിബിൻ. ഇന്നുകൊണ്ട് തന്നെ ഇത് തീർക്കാൻ മാക്സിമം പരിശ്രമിക്കുക. നിങ്ങളുടെ എഫേർട്സിനെല്ലാം നന്ദി. ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് നോക്കൂ. എന്തായാലും എനിക്ക് കിട്ടിയൊരു നല്ലൊരു വ്യക്തിത്വം, എല്ലാ വർക്കുകളെ പറ്റിയിട്ടും നല്ല അവഗാഹമായിട്ടുള്ള ജ്ഞാനമുണ്ട്. പ്രത്യേകിച്ച് പേഷ്യൻസി, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും എൻ്റെ രീതികളും അനുസരിച്ചിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്തായാലും നല്ല വിനയമുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളും ഇതുപോലെ കൊച്ചു കൊച്ചു ചിത്രങ്ങളുമായിട്ട് വീണ്ടും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇവിടെ ഈ വാക്കുകൾ നിർത്തട്ടെ. അതോടൊപ്പം തന്നെ 1-2 ടൈറ്റിൽസ് ചെയ്യുന്നതിന് 1-2 ദൃശ്യങ്ങളും നിങ്ങൾ കാണും. അത് ഇതിനൊന്ന് കൊടുക്കുക. അതിൻ്റെ മലയാളത്തിലുള്ള
അതിൻ്റെ കളറ് നമ്മൾ വീണ്ടും മാറ്റുമല്ലോ അല്ലേ? മാറ്റാം. എനിക്കത് മതി സ്റ്റൈല്. അത് കൊടുത്താൽ മതി. അടുത്ത നോക്കട്ടെ. അത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ചെയ്യുന്നേ ഉള്ളൂ. അത് ചെയ്തിട്ട് കാണിക്കും. ശരി.